നിങ്ങളുടെ കമ്പ്യൂട്ടർ ഭയങ്കര തിരക്കിലാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് ഹാർഡ് ഡ്രൈവിന്റെ ലൈറ്റ് നിർത്താതെ മിന്നുന്നു, ഫാനിന്റെ ശബ്ദം കൂടുന്നു, പക്ഷേ സ്ക്രീനിൽ ഒന്നും നടക്കുന്നില്ല. എല്ലാം അപ്പടെ ഫ്രീസായി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കെല്ലാവർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? കമ്പ്യൂട്ടർ എന്തോ വലിയ പണിയിലാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ സ്ക്രീനിൽ ഒരു മാറ്റവും കാണില്ല. ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരുന്നൊരവസ്ഥയാണിത്. അപ്പോൾ ഈ ഒരവസ്ഥയ്ക്ക് ഒരു പേരുണ്ട്, ത്രെഷിംഗ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ശരിക്കുള്ള ജോലികൾ ചെയ്യുന്നതിന് പകരം സ്വയം ഉണ്ടാക്കിയ ഒരു തിരക്കിൽപ്പെട്ട് വെറുതെ കിടന്ന് കറങ്ങുന്നൊരവസ്ഥ. ഈ ത്രെഷിംഗ് എന്താണെന്ന് ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം കമ്പ്യൂട്ടറിലെ ഒരു മാന്ത്രിക വിദ്യയെക്കുറിച്ചറിയണം. അതാണ് വെർച്വൽ മെമ്മറി. നമുക്ക് ഇതൊരു സിമ്പിൾ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. റാം എന്ന് പറയുന്നത് നിങ്ങളുടെ വർക്കിംഗ് ടേബിൾ പോലെയാണ്. വേഗത്തിൽ കാര്യങ്ങൾ എടുക്കാം, വെക്കാം, പക്ഷെ ഒരുപാട് സ്ഥലമുണ്ടാവില്ല. ഹാർഡ് ഡിസ്ക് ആണെങ്കിലോ ഒരു വലിയ ഫയലിംഗ് ക്യാബിനറ്റ് പോലെയാണ്. ഒരുപാട് സാധനങ്ങൾ വെക്കാം, പക്ഷേ ഓരോന്നും തപ്പിയെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ കമ്പ്യൂട്ടർ എന്തു ചെയ്യുമെന്നറിയോ? ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചെയ്യുന്നത്. റാം എന്ന മേശപ്പുറത്ത് തൽക്കാലം വേണ്ടാത്ത ഫയലുകളെ ഡിസ്ക് എന്ന ഫയലിംഗ് ക്യാബിനറ്റിലേക്ക് താൽക്കാലികമായി മാറ്റിവെക്കും. ഇതിനെയാണ് പേജിംഗ് എന്ന് പറയുന്നത്. കുറഞ്ഞ റാം വെച്ച് കൂടുതൽ ആപ്ലിക്കേഷനുകൾ ഒരേ സമയം പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കിടിലൻ സൂത്രമാണിത്. പക്ഷേ ഈ സൂപ്പർ ഐഡിയ എപ്പോഴാണ് ഒരു തലവേദനയായി മാറുന്നത്? ഈ സിസ്റ്റം അതിന്റെ പരിധി വിടുമ്പോൾ അവിടെയാണ് കഥ മാറുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പ്രോഗ്രാമിന് പ്രവർത്തിക്കാൻ വേണ്ട ഡാറ്റ റാമിലില്ലെങ്കിലോ, അതായത് നിങ്ങളുടെ മേശപ്പുറത്ത് ഇല്ലാത്ത ഒരു ഫയൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആവശ്യമായി വന്നാൽ എന്തു ചെയ്യും? ഈ അവസ്ഥയ്ക്കാണ് പേജ് ഫോൾട്ട് എന്ന് ടെക്നിക്കലായി പറയുന്നത്. പ്രോഗ്രാമിന് വേണ്ട ഡേറ്റ റാമിലില്ല, അത് ഡിസ്കിൽ പോയി എടുക്കണം. ഇടയ്ക്കൊക്കെ 1-2 പേജ് ഫോൾട്ട് വരുന്നത് ഒരു പ്രശ്നമേ അല്ല കേട്ടോ, അത് സ്വാഭാവികമാണ്. എന്നാൽ ഈ പേജ് ഫോൾട്ടുകളുടെ എണ്ണം കൂടുമ്പോൾ, അതായത് നിർത്താതെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോഴാണ് നമ്മുടെ സിസ്റ്റം ത്രെഷിംഗ് എന്ന് പറയുന്ന ആ ഒരു കുഴിയിലേക്ക് വീഴുന്നത്. ഈ വ്യത്യാസമൊന്ന് നോക്കൂ. സാധാരണ ഒരു സിസ്റ്റത്തിൽ CPU ആണ് ഹീറോ. അത് പണിയെടുക്കുന്നു, ഡിസ്ക് ഇടയ്ക്ക് വന്ന് സഹായിക്കുന്നു. പക്ഷെ ത്രെഷിംഗിലോ CPU വെറുതെ ഇരിക്കുകയാണ്, പണിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. ഡിസ്ക് ആണെങ്കിൽ ഒരു ഭ്രാന്തനെ പോലെ പേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. CPU കാത്തിരിക്കുന്നു, ഡിസ്ക് നിർത്താതെ സ്വാപ്പ് ചെയ്യുന്നു. അവസാനം ഒരു ജോലിയും നടക്കുന്നില്ല. അപ്പോ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതൊക്കെ കണ്ടിട്ട് എന്ത് വിചാരിക്കുമെന്നറിയോ? അത് വിചാരിക്കും, അയ്യോ CPU-ന് ഒരു പണിയുമില്ലല്ലോ, ഞാൻ കുറച്ചുകൂടെ ജോലികൾ കൊടുക്കാം എന്ന്. നല്ല ഉദ്ദേശത്തോട് ചെയ്യുന്ന ഈ സഹായമുണ്ടല്ലോ, അതാണ് പ്രശ്നം കൂടുതൽ വഷളാക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ, ഇതാണ് ആ വിഷസ് സൈക്കിൾ. ഒന്നാമത്, പ്രോഗ്രാമുകൾക്ക് കൂടുതൽ മെമ്മറി വേണം. ഇതൊരുപാട് പേജ് ഫോൾട്ടുകളുണ്ടാക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രോഗ്രാമുകൾ ഡിസ്കിന് വേണ്ടി കാത്തിരിക്കും, CPU-വിന് ഒരു പണിയുമില്ലാതാകും. ഇത് കാണുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടുതൽ പ്രോഗ്രാമുകളെ റാമിലേക്ക് കൊണ്ടുവരാൻ നോക്കും. അതിന്റെ ഫലമായി റാമിലെ തിരക്ക് കൂടും, വീണ്ടും കൂടുതൽ പേജ് ഫോൾട്ടുകളുണ്ടാകും. ചുരുക്കത്തിൽ സിസ്റ്റം ഭയങ്കര തിരക്കിലാണെന്ന് തോന്നും, പക്ഷെ ഒരു കാര്യവും നടക്കുന്നുണ്ടാവില്ല. ഈ ഗ്രാഫ് കണ്ടാൽ കാര്യം ശരിക്കും മനസ്സിലാവും. ഒരു പോയിന്റ് വരെ കൂടുതൽ ജോലികൾ സിസ്റ്റത്തിന് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ആ ഒരു ത്രെഷിംഗ് പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ പെർഫോമൻസ് കുത്തനെ താഴോട്ട് പോവും. നമ്മൾ കൂടുതൽ ജോലി കൊടുക്കുന്തോറും സിസ്റ്റം കൂടുതൽ മെല്ലെയാവും. അപ്പോ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയുള്ളൂ. ഒരു പ്രോഗ്രാം ശരിക്കുള്ള പണി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അത് ത്രെഷിംഗിലാണ്. അപ്പോ ഈയൊരു തലവേദനയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഭാഗ്യവശാൽ ഇതിന് ചില പരിഹാരങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ഇതൊഴിവാക്കാൻ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങള് പല സൂത്രപ്പണികളും ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു പ്രോഗ്രാമിന് മറ്റൊരു പ്രോഗ്രാമിന്റെ മെമ്മറി മോഷ്ടിക്കാൻ പറ്റാത്ത രീതിയിൽ നിയന്ത്രിക്കും. പിന്നെ ഓരോ പ്രോഗ്രാമിനും പ്രവർത്തിക്കാൻ അത്യാവശ്യം വേണ്ട മെമ്മറിയെങ്കിലും ഉണ്ടെന്നുറപ്പാക്കും. അതുപോലെ പേജ് ഫോൾട്ടുകളുടെ എണ്ണം ഒരുപാട് കൂടുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. കൂടുകയാണെങ്കിൽ ആ പ്രോഗ്രാമിന് കുറച്ചുകൂടി മെമ്മറി കൊടുക്കും. ഇതൊക്കെ നല്ല ബുദ്ധിയുള്ള സോഫ്റ്റ്വെയർ പരിഹാരങ്ങളാണല്ലേ? പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ സാധാരണയായി കാണുന്ന പരിഹാരങ്ങൾ കുറച്ചുകൂടി സിമ്പിളാണ്, ചിലപ്പോൾ കുറച്ച് ക്രൂരവുമാണ്. ആ പഴയ അൽഗോരിതങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് പ്രധാനമായും 2 വഴികളാണ് നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ വഴി, ഏറ്റവും നല്ല വഴിയും അതുതന്നെയാണ്, കൂടുതൽ റാം വാങ്ങുക. സിമ്പിൾ. ആവശ്യത്തിന് മെമ്മറി ഉണ്ടെങ്കിൽ പിന്നെ ഈ പ്രശ്നമേ ഇല്ല. പക്ഷെ അതിന് പറ്റിയില്ലെങ്കിലോ? അപ്പോഴാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിന്റെ അവസാനത്തെ അടവ് പുറത്തെടുക്കുന്നത്. ഔട്ട് ഓഫ് മെമ്മറി കില്ലർ എന്ന് പറയുന്ന ഒരു സംഭവം. പേരുപോലെ തന്നെ
ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാതെ ഏറ്റവും കൂടുതൽ മെമ്മറി ഉപയോഗിക്കുന്ന പ്രോഗ്രാമിനെ അതങ്ങ് അവസാനിപ്പിക്കും. ടാസ്ക് കിൽഡ്. അപ്പോ ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നതല്ലേ? ഇത്രയും സങ്കീർണമായൊരു സോഫ്റ്റ്വെയർ പ്രശ്നത്തിനുള്ള ഏറ്റവും നല്ല പരിഹാരം എന്നത് വെറുതെ കൂടുതൽ ഹാർഡ്വെയർ വാങ്ങുന്നതാണോ? അതായത് ബുദ്ധി കൊണ്ട് പരിഹരിക്കുന്നതിന് പകരം പണം കൊണ്ട് പരിഹരിക്കുന്ന ഈ രീതി ശരിയാണോ? സിസ്റ്റം ഡിസൈനിങ്ങിൽ ഇത് എപ്പോഴും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്.